കനത്ത സുരക്ഷാ വലയത്തിലും കൊച്ചിയിൽ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സിആർപിഎഫിന്റെ അടക്കം സുരക്ഷ ഭേദിച്ച് കൊച്ചി കളമശ്ശേരിയിൽ ഗവർണറെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. എന്നാൽ കൊല്ലത്ത് ചെയ്തതുപോലെ വാഹനത്തിൽ നിന്നിറങ്ങാനോ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിക്കാനോ ഗവർണർ കൊച്ചിയിൽ തുനിഞ്ഞില്ല. സിആർപിഎഫിന്റെ അടക്കം കനത്ത സുരക്ഷാ വലയം Z+ സുരക്ഷയുടെ ഭാഗമായി ഗവർണറുടെ വാഹനത്തിലും മുന്നിലും പിന്നിലും സിആർപിഎഫ് സുരക്ഷാ ഭടന്മാർ. നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വഴിനീളെ പോലീസ്. എന്നാൽ പഴുതടച്ച സുരക്ഷയെ ഭേദിച്ച് പ്രഖ്യാപിച്ച സമരം വർദ്ധിച്ച ആവേശത്തോടെ തന്നെ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു കൊച്ചിയിലെ SFI പ്രവർത്തകർ. കളമശ്ശേരിക്കടുത്ത് മുട്ടത്ത് വെച്ചാണ് ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. പെൺകുട്ടികളടക്കം 40ഓളം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാനെത്തി. വൈകിട്ട് 6 മണിയോടെ തന്നെ കളമശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. ഗവർണർ എത്തുമെന്നറിയിച്ചിരുന്ന 7 മണിയോടെ അറസ്റ്റ് ഭീഷണിയുമായി പോലീസ് എത്തി. പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിനിടെ ഒരു സംഘം മറ്റൊരിടത്ത് വെച്ച് ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ചെയ്തതുപോലെ വാഹനത്തിൽ നിന്നിറങ്ങാനോ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിക്കാനോ ഗവർണർ മുതിർന്നില്ല. ഗവർണർക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗവർണർ കൊച്ചിയിലെത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.